10 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയാണ്. എങ്ങോട്ട് പോയി, എവിടെ എത്തി, ആരുടെ കയ്യിലകപ്പെട്ടു, ജീവനോടെ ഉണ്ടോ ഓർക്കുമ്പോ തീയാ നെഞ്ചിൽ. നീ അവളുടെ അമ്മയായിരുന്നെങ്കിൽ നിനക്ക് വെള്ളം ഇറങ്ങുമായിരുന്നോടി? ഉറങ്ങാൻ പറ്റുമോ നിനക്ക്? ആ ദേവകി, ദാസപ്പാ, ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇത് കണ്ടോ? ഇവളെന്റെ ബന്ധുവാ. നാളെ മുതല് ഇവളും നിങ്ങളെ സഹായിക്കും. കൊറേ ജോലിയൊക്കെ ഇവക്ക് അറിയാം. അറിയാത്തതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ല, എന്താ മോളുടെ പേര്? നിന്റെ പേര് പറയടി. നീ എന്തിനാ തപ്പിത്തടയുന്നേ? നിനക്കറിയില്ലേ നിന്റെ പേര്? ഗൗരി. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു. ഞാൻ ഇവക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇവരുടെ കൂടെ എല്ലാ ജോലിയിലും സഹായിക്കണം. അടുക്കള തൂത്തുവാരണം, ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം, പച്ചക്കറി അരിയണം, കഴുകണം, പാത്രങ്ങൾ തേച്ച് കഴുകണം. അവിടെ 10-16 പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട്. ലേഡീസ് ഹോസ്റ്റൽ പോലെ നടത്തുക. അക്കൂട്ടത്തിൽ കോളേജിൽ പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. പക്ഷെ ഒരു കാര്യം, അവരിലാരുമായിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. അവരോട് ആരോടെങ്കിലും നീ പരാതി പറയുകയോ സംസാരിക്കുകയോ ചെയ്ത അന്ന് നിന്റെ കവിളത്ത് ചട്ടുകം പഴുപ്പിച്ചു വെക്കും. ഈ അടുക്കളയൊക്കെ എന്നും രാവിലെ തൂത്തു വരണം. രാത്രി വെള്ളം ഒഴിച്ച് അടിച്ചു കഴുകണം. ഇവിടെ ആരോടും സംസാരിക്കാനും പാടില്ല, പുറത്തു പോകാനും പാടില്ല. കേട്ടോടി? ഇതാ ഗേറ്റ്. ഉറപ്പാണോ? പുതുതായിട്ട് വാടകയ്ക്ക് താമസിക്കാൻ വന്നതല്ലേ? ആ വാടകയ്ക്കാ? ആ, ഇറങ്ങിക്കോ, ഇത് തന്നെയാ. അയ്യോ, വീട് തെറ്റിയെന്ന് തോന്നുന്നു. വെളുത്ത കാറാ വിജയന്റേത്, അംബാസഡർ. ഇവിടെ കിടക്കുന്ന വേറെ കാറാ. ചേച്ചി, ഇത് തന്നെ. സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറും വില്ലേജ് ജോലിയുള്ള സാറും അല്ലേ? അതൊക്കെ ശരിയാ. എന്നാ എന്റെ ചില്ലറ താ, പോട്ടെ.